പ്രാർത്ഥന കേൾക്കണമേ, ഈശാ പ്രാർത്ഥന കേൾക്കണമേ. ഈ ലോകമാകെ സൃഷ്ടിച്ച ദേവാ പ്രാർത്ഥന കേൾക്കണമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ, ഈശാ പ്രാർത്ഥന കേൾക്കണമേ. ഈ ലോകമാകെ സൃഷ്ടിച്ച ദേവാ പ്രാർത്ഥന കേൾക്കണമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ. ഏഴയാമെന്നിൽ കരുണയുണ്ടാകണേ, ദുഃഖങ്ങൾ തീർക്കാൻ കനിയണമേ. ഏഴയാമെന്നിൽ കരുണയുണ്ടാകണേ, ദുഃഖങ്ങൾ തീർക്കാൻ കനിയണമേ. ലോകത്തിൽ നിന്നെന്നെ രക്ഷിപ്പതിനായി സർവേശ്വരാ നീ കനിയണമേ, സർവേശ്വരാ നീ കനിയണമേ, സർവേശ്വരാ നീ കനിയണമേ. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അഗതാരി ഗുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. അഗതാരി ഗുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അഗതാരി ഗുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. അഗതാരി ഗുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. ആപത്തു തീർത്തു തന്ന 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 ഗുരുനാഥ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. അഖില ലോകേശ്വരന്റെ അകമഴിഞ്ഞ കാരുണ്യമാണ് വീണ്ടും ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് ഒത്തുചേരുവാനും ഇപ്രകാരം ആരാധിക്കുവാനും അനുവദിച്ചത്. ആദ്യമായി അതിനു തന്നെ മഹാശക്തിയോട് കോടാനുകോടി നന്ദിയോടെ സ്തുതിക്കുക. സർവശക്തിയുടെ പ്രത്യേക കാരുണ്യമാണ് എല്ലാം 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 എന്ന് അറിഞ്ഞ് ജീവിക്കുന്നവരാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ. ആദ്യകാലം മുതൽ ഇത് സമയം വരെയും ഓരോ ശരീരങ്ങളിൽ കൂടിയും വെളിപ്പെടുത്തിയിട്ടുള്ള സർവ്വതും ആ മഹാകാരുണ്യത്തിൻ്റെ വിലയും നിലയും മർത്യജന്മങ്ങളിലേക്ക് സ്ഥിരപ്പെടുത്തുവാനുള്ള മാർഗങ്ങളാണ്. അതാണ് മർത്യജന്മങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. അവിടെയാണ് മർത്യജന്മങ്ങളുടെ മാഹാത്മ്യം പോലും തിരിച്ചറിയുന്നത്. അവനവന്റെ മാഹാത്മ്യത്തെ തിരിച്ചറിയുന്ന നിമിഷം, അത് പരിപൂർണമാക്കപ്പെടുന്ന നിമിഷം
അവൻ ദൈവമായി തീരുകയാണ്. അവിടെയാണ് ആത്മബോധ ഉദയത്തിന്റെ പ്രത്യേകത, ആവശ്യകത. അപ്രകാരം ആത്മാവിൽ ബോധം ഉദിപ്പിച്ചൊരാത്മാവിനെ പരിപൂർണമാക്കി ഈശ്വര രൂപമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ആദ്യ തിരുവുടൽ വാഴ്ചക്കാലം മുതൽ ഈ സമയം വരെയും കരുണാനിധി തിരുശബ്ദങ്ങൾ ലോകത്തിലേക്ക് പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോ കർമ്മ പദ്ധതികളും ആസൂത്രണം ചെയ്തിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. നിയമവ്യവസ്ഥകളെല്ലാം അതിനു വേണ്ടിയാണ്. ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അതിനു വേണ്ടിയാണ്. ആരാധനാക്രമങ്ങളെല്ലാം അതിനു വേണ്ടിയാണ്. എന്തിനു വേണ്ടി? ആത്മബോധം ഉദീപിക്കുവാൻ വേണ്ടി. ആത്മനാഥൻ ജ്വലിപ്പിച്ചോരഗ്നിയാ. 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 ജ്ഞാനമാം ആത്മബോധോദയ സംഘം ആത്മാക്കളെല്ലാം സ്വീകരിച്ചിടുക. ആത്മബോധം ഉദീപിക്കുവാൻ വേണ്ടി. ആത്മനാഥൻ ജ്വലിപ്പിച്ചോരഗ്നിയാ. ആത്മബോധം ഉദീപിക്കുവാൻ വേണ്ടി. ആത്മനാഥൻ ജ്വലിപ്പിച്ചോരഗ്നിയാ. ജ്ഞാനമാം ആത്മബോധോദയ സംഘം ആത്മാക്കളെല്ലാം സ്വീകരിച്ചിടുക. തന്റെ നിരഹൃദയം തുറന്ന് ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ജ്ഞാനമാകുന്ന ആത്മബോധോദയ സംഘം അത് ആത്മാവിൽ പരിപൂർണമാക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ഈ ത്യാഗം മുഴുവൻ ശ്രമിക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും അതിനു വേണ്ടിയാണ്. അപ്പോൾ അത് വേണ്ട വിധത്തിൽ ഒരു ആത്മാവിലേക്ക് ബോധ്യമാകുന്ന നിമിഷം മുതൽ അവന്റെ വളർച്ച ആരംഭിക്കുകയാണ്, അവന്റെ ഉയർച്ച ആരംഭിക്കുകയാണ്. കാരണം എന്താണ്? ജ്ഞാനമാണ് ആത്മബോധോദയ സംഘം. എങ്ങനെയുള്ള? ആത്മനാഥൻ ജ്വലിപ്പിച്ചുയർത്തിയ ജ്ഞാനം, അഗ്നിയാകുന്ന ജ്ഞാനം. ആ ജ്ഞാനാഗ്നി അത് ആത്മാവിന്റെ രൂപമായി തീരണം. ആത്മാവ് നിർമ്മിച്ചിരിക്കുന്നതും അതേ അഗ്നി കൊണ്ട് തന്നെയാണ്. അങ്ങനെ അറിയിക്കുന്ന അറിവും അറിയുന്ന അറിവും ഒന്നായി തീരുമ്പോൾ ആത്മാവിന്റെ വളർച്ച അറിവിൽ നിന്നാകുന്നു. ആത്മാവിന്റെ വളർച്ച അറിവിൽ നിന്നാകുന്നു. ആത്മാവിന്റെ ഉയർച്ച സൽക്കർമ്മത്താലാകുന്നു. ആത്മാവിന്റെ ഉയർച്ച സൽക്കർമ്മത്താലാകുന്നു. ആത്മബോധ ഉദയം എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അറിവുണ്ട്, സൽക്കർമ്മമുണ്ട്, സൽപ്രകാശമുണ്ട്. ഇത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആത്മാവ് ദൈവരൂപമായി തീരുകയാണ്. അപ്രകാരം സർവാത്മാക്കളെയും ദൈവമാക്കി തീർക്കുവാൻ ത്യാഗിയായി ദൈവം ലോകത്തിൽ വാഴുന്നു എന്ന സത്യം ഒരാത്മാവിൽ തിരിച്ചറിയപ്പെടുമ്പോൾ അവിടെ വളർച്ച ആരംഭിക്കുകയാണ്.
ഉയർച്ച ആരംഭിക്കുകയാണ്. പണ്ട് പ്രശസ്തനായ ഒരു പണ്ഡിതൻ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. പലവിധ കഥകൾ ചേർത്ത് ഭഗവാന്റെ വർണ്ണനങ്ങൾ വന്നു ചേരുന്ന പലരോടും വിശദീകരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സന്യാസിയായി മാറി. അദ്ദേഹം തുടർച്ചയായി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ വിദൂരത്തിൽ നിന്നും ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, സ്വാമി, ഞാൻ ഇടയ്ക്ക് കയറുന്നതിൽ എന്നോട് വിരോധം തോന്നിക്കരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവം എവിടെയാണെന്ന് പഠിപ്പിക്കാനാണ് സ്വാമി ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ഭക്തനാണ് അദ്ദേഹം. ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്. ഈ പറയുന്ന ആൾ സന്യാസിയുമാണ്. അദ്ദേഹം പണ്ഡിതനാണ്, പുരാണങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. ആ ആളിനോടാണ് ചോദിക്കുന്നത്, എവിടെ ദൈവം ഇരിക്കുന്നു എന്ന് ഈ കൂടിയിരിക്കുന്ന ആളുകളോട് പഠിപ്പിക്കാനാണ് അവിടുത്തേക്ക് ആഗ്രഹം. ഒറ്റ വാക്കിൽ എനിക്ക് ഉത്തരം പറയണം. അപ്പൊ അദ്ദേഹം പല കഥകൾ പറയാൻ തുടങ്ങി. ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കഥകൾ പറയാൻ തുടങ്ങിയപ്പോ ചോദ്യകർത്താവ് പറഞ്ഞു, എനിക്കതൊന്നും കേൾക്കണ്ട, ദൈവം ഇവിടെയുണ്ട് എന്ന് നിങ്ങൾ പഠിപ്പിക്കൂ, ഇവരെല്ലാം രക്ഷപ്പെടും. ദൈവം ഇവിടെയുണ്ട്. എവിടെയുണ്ട്? ഭൂതലത്തിൽ മേവിടും ഭക്തർക്കെന്നും കാണുവാൻ, കണ്ടു കൈകൂപ്പുവാൻ, ഏകണമേ നിത്യവും ഭാഗ്യവേഗണേ. ഭൂതലത്തിൽ രണ്ടർത്ഥമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ഭക്തർക്ക് കാണാൻ വേണ്ടി ഭാഗ്യമേകണമെന്നും, ഭൂമിയിൽ വസിക്കുന്ന ദൈവമേ അങ്ങേ കാണുവാൻ ഭാഗ്യമേകണമേ എന്നും. ഭൂതലത്തിൽ മേവിടും ഭക്തർക്കെന്നും കാണുവാൻ, കണ്ടു കൈകൂപ്പുവാൻ, ഏകണമേ നിത്യവും ഭാഗ്യമേകണേ. ഭൂതലത്തിൽ ശരീരത്തെ വാഹനമായി സ്വീകരിച്ചുകൊണ്ട് ഭക്തർക്ക് രക്ഷകനായി ഉടമസ്ഥൻ വന്ന് വാഴുന്നു എന്ന സത്യം പറയാൻ പഠിക്കണമാരും. തന്നെ പറയാൻ പഠിച്ചവരെല്ലാം പറയന്റെ മക്കൾ. അപ്രകാരം പരമാർത്ഥം പറയുവാനുള്ള അറിവ് ആത്മാവിന്റെ രൂപമായി ആത്മാവിൽ സ്വീകരിക്കാൻ, അറിവിൽ കൂടി വളരാൻ, അറിവിൽ കൂടി ഉയരാൻ, സൽക്കർമ്മത്തിൽ കൂടി ഉയരാൻ, ആത്മബോധം ഉദിച്ച് പ്രകാശിച്ചോരോ ആത്മാവും ലോകരക്ഷകരായി ജീവിക്കാൻ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ ഉന്നതമായ മഹാഭാഗ്യം ഭക്തലോകത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് ജഗദീശ്വരൻ ഈ ലോകത്തിൽ സ്ഥാപിച്ചുറപ്പിച്ച 12 വെള്ളിയാഴ്ച വ്രതം സമാഗതമാവുകയാണ്. ഉന്നതമായ നിലയിൽ എത്രയോ കുടുംബങ്ങൾ, എത്രയോ സന്താനങ്ങൾ 12 വെള്ളിയാഴ്ച വ്രതമനുഷ്ഠിച്ച് രക്ഷ പ്രാപിച്ചു, സർവസമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിച്ചു ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നു. ദൈവം എഴുന്നള്ളി ദാനം ചെയ്ത നിയമം, ദൈവം രൂപകൽപ്പന ചെയ്ത നിയമം, ദൈവം പരിശീലിപ്പിച്ചു തന്ന നിയമം ദൈവം നടത്തുന്നു. ആ നടത്തിപ്പിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ആ മഹാഭാഗ്യം ഈശ്വരൻ എന്നും ദാനം ചെയ്യും. ലോകാന്ത്യം വരെ നടത്താൻ തീരുമാനിച്ചത് അതിന്റെ ഉടമസ്ഥൻ തന്നെയാണ്. ആ തീരുമാനം ഈ വരുന്ന 15-ാം തീയതി അതിന്റെ വ്രതം ആരംഭിക്കുമ്പോൾ എല്ലാ ഭക്തസന്താനങ്ങളും വളരെ ഭക്തിയോടുകൂടി, ആശ്രയത്തോടുകൂടി ആ നിയമപുസ്തകത്തിലെ 15-ാം വകുപ്പിൽ പറയുന്ന നിയമപ്രകാരം കൃത്യമായി ആ നിയമം പാലിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും വ്രതമനുഷ്ഠിക്കുക. ഒത്തൊരുമിച്ച് വന്ന് തീർത്ഥാടനം നടത്തുവാനും ലോകൈകനാഥനാകുന്ന ജഗദീശ്വരനെ കണ്ട് ആനന്ദിക്കുവാനും സർവശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് മുന്നോടിയായി നടക്കുന്ന ഏകദിന സങ്കല്പ പ്രാർത്ഥന വിവിധ പ്രദേശങ്ങളിൽ ഇപ്രാവശ്യം അതാത് പ്രദേശങ്ങളിലെ സാഹചര്യം അനുസരിച്ച് നടത്താനാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്. കാരണം
ഇപ്പോൾ ഇങ്ങനെ ഒരു മഹാരോഗം വന്ന് പല വിധത്തിലുള്ള നിബന്ധനകളും നിയമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സമയം കുറച്ചും എണ്ണം കുറച്ചും ഒക്കെ നടത്താൻ പലയിടങ്ങളിൽ പല വിധത്തിലാണ് തീരുമാനങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതാത് സ്ഥലങ്ങളിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഇടങ്ങളിലേക്ക് അതിനുള്ള അറിയിപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അറിയിപ്പുകൾ കിട്ടാത്തവർ ഇവിടെ വന്നത് അന്വേഷിച്ച് വേണ്ട വിധത്തിൽ അത് ക്രമീകരിച്ച് മുടക്കം കൂടാതെ നടത്തുക എന്നുള്ളതാണ്. ഒരു ദിവസത്തെ കാര്യമായിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കഴിയുന്നില്ല. 1 യാമം, 2 യാമം, 3 യാമം എന്നിങ്ങനെയൊക്കെ ക്രമീകരിച്ച് ഓരോ സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. അതിൻ പ്രകാരം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഭവനങ്ങളിലും അതിൻ്റെതായ ഒരുക്കം നടക്കണം. ഉന്നതമായ നിലയിൽ മഹാതീർത്ഥാടനം ലോകരക്ഷകനാകുന്ന ദൈവം എഴുന്നള്ളി നിന്നുകൊണ്ട് നടത്തി നിങ്ങളെല്ലാം ആനന്ദിപ്പിക്കുമാറാകട്ടെ. ഗദാരിലാനന്ദം തരുവദീനാ ജ്ഞാനോപദേശരൂപനായി വന്ന് ഉദയം ചെയ്ത് വാഴുന്നത് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമാണ്. ആത്മാവിന്റെ കളങ്കങ്ങൾ നീക്കി പരിപൂർണമാക്കി നിഷ്കളങ്കമാക്കി തീർക്കുവാനാണ് ഈ നിഷ്കളങ്ക ജ്ഞാനം ആത്മാവിലേക്ക് ഉപദേശിക്കുന്നു. ആ നിഷ്കളങ്കത്വത്തിൽ നിന്നാണ് ആത്മാവ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാവിനെ ശുദ്ധീകരിക്കണമെങ്കിൽ ആ നിഷ്കളങ്ക ജ്ഞാനം തന്നെ വേണം. ആ നിഷ്കളങ്ക ജ്ഞാനമാണ് കലിയുഗത്തിൽ ഖഡ്ഗിയായി അവതരിച്ചു വാഴുന്നത്. ആ നിഷ്കളങ്ക ജ്ഞാനം ഖഡ്ഗിയായി വന്നിട്ട് കലിയെ വധിച്ചിടുന്നു, കലിയെ വധിച്ചിടുന്നു. കലിയെ വധിച്ചിടുന്നു
അജ്ഞാനികളെ തന്നെ പാടെ തകർത്തിട്ടായിരുന്നു. അജ്ഞാനികളെ തന്നെ വളരെ തകർത്തിട്ടായിരുന്നു. എന്നാൽ ഈ അന്ത്യയുഗമാകുന്ന കലിയുഗത്തിൽ അതല്ല വ്യവസ്ഥ. അന്ത്യയുഗമാകുന്ന കലിയുഗത്തിൽ അതല്ല വ്യവസ്ഥ. അജ്ഞാനികളിലുള്ള അജ്ഞാനത്തെയാണ് തകർക്കുന്നത്. അജ്ഞാനികളിലുള്ള അജ്ഞാനത്തെയാണ്. കാരണം ഇത് സമ്പൂർണ്ണ മോക്ഷത്തിന്റെ യുഗമാണ്. കാരണം ഇത് സമ്പൂർണ്ണ മോക്ഷത്തിന്റെ യുഗം. ആ സമ്പൂർണ്ണ മോക്ഷം ദാനം ചെയ്യുവാനാണ് ഖഡ്ഗി അവതരിച്ചു ആ വാഴുന്നത്. സമ്പൂർണ്ണ മോക്ഷം ദാനം ചെയ്യുവാനാണ് ഖഡ്ഗി തിരുവോധാരമായി. അതുകൊണ്ട് തന്നെ ഈ അജ്ഞാനികളെന്ന് മറ്റുള്ളവർ കരുതുന്നവരെ ഒക്കെ, അതുകൊണ്ട് തന്നെ ഈ അജ്ഞാനികളെന്ന് മറ്റുള്ളവരെ കരുതുന്നവർ തന്നെ, ആ അജ്ഞാനികളായി ജീവിക്കുന്നവരെയും അജ്ഞാനികളായി ജീവിക്കുന്നവരെ ജഗദീശ്വരൻ ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നു പല പ്രകാരത്തിൽ. ജഗദീശ്വരൻ ലോകത്തിൽ പല പ്രകാരത്തിൽ നിലനിർത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? സൽക്കർമ്മ വഴികളിലൂടെ അവന് രക്ഷ പ്രാപിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. സൽക്കർമ്മ വഴികളിലൂടെ അവൻ രക്ഷ പ്രാപിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. വിവിധ അവസരങ്ങൾ കൊടുക്കും. വിവിധ അവസരങ്ങൾ കൊടുക്കും. വീണ്ടും 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 അവസരം കൊടുക്കും. വീണ്ടും 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 അവസരം ആ അവസരങ്ങളിലൂടെ സൽക്കർമ്മം ചെയ്ത് ഇവന്റെ ദുഷ്കർമ്മ ഫലങ്ങളൊക്കെ മാറി, അവന്റെ അജ്ഞാനം മാറി നിഷ്കളങ്കമായി തീരണം, പരിപൂർണമായി തീരണം. അങ്ങനെ പരിപൂർണമായി തീരുന്ന ആത്മാവിലാണ് പരിശുദ്ധാത്മാവിന്റെ എഴുന്നള്ളത്ത്. പരിപൂർണമായി തീരുന്ന ആത്മാവിലാണ് പരിശുദ്ധാത്മാവിന്റെ തിരുവെഴുന്നള്ളത്ത്. ആ എഴുന്നള്ളത്തിൽ കൂടി മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. ആ എഴുന്നള്ളത്തിൽ കൂടി മാത്രമേ മോക്ഷം ലഭിക്കൂ. ആത്മാവും പരമാത്മാവും തമ്മിൽ ചേരുന്നതാണ് മോക്ഷം. ആത്മാവും പരമാത്മാവും തമ്മിൽ ചേരുന്നതാണ് മോക്ഷം. ആ ലയനമാണ് മോക്ഷം. ആ ലയനമാണ്. അല്ലാതെ ഒരു ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല. അല്ലാതെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരാൾ മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മോക്ഷം ലഭിക്കുന്നില്ല. ഒരാൾ മരിച്ചുപോയി എന്നുള്ളത് മോക്ഷം ലഭിക്കും. അത് എത്ര പുണ്യകർമ്മം ചെയ്ത ആളായാലും, എത്ര പുണ്യകർമ്മം ചെയ്ത ആളായാലും, ലോകത്തിൽ പലർക്ക് നന്മ ചെയ്ത ആളായാലും, ലോകത്തിൽ നന്മകൾ ചെയ്ത ആളായാലും, ആത്മാവ് കൊണ്ട് പരമാത്മാവിനെ ദർശിക്കാൻ കഴിയാത്ത ഒരാളിന് ഒരിക്കലും മോക്ഷം ലഭിക്കുന്നില്ല. ആത്മാവ് കൊണ്ട് പരമാത്മാവിനെ ദർശിക്കാൻ കഴിയാത്ത ഒരാൾ ഒരിക്കലും മോക്ഷം ലഭിക്കില്ല. ലഭിക്കുകയില്ല. അങ്ങനെ ഒരു നിയമമില്ല. അങ്ങനെ ആത്മാവും പരമാത്മാവുമായി ലയിക്കുവാനുള്ള അവസ്ഥ, ആത്മാവും പരമാത്മാവുമായി ലയിക്കുവാനുള്ള ഒരു അവസ്ഥ ഈ ലോക ജീവിത കർമ്മങ്ങളിലൂടെ നിന്നെ ആത്മാവിൽ വരുത്തി വെക്കുവാനാണ്. ഈ ലോക ജീവിത കർമ്മങ്ങളിൽ കൂടെ നിന്റെ ആത്മാവിൽ വരുത്തി വെക്കുവാനാണ് ആത്മനാഥൻ വന്ന് പ്രത്യക്ഷമായി ലോകത്തിൽ ആത്മജ്ഞാനം ഉപദേശിക്കുന്നത്. ലോകത്തിൽ ആത്മജ്ഞാനം ഉപദേശിക്കുന്നു. ആ ആത്മജ്ഞാനം ഗ്രഹിച്ച് ജ്ഞാന വഴികളിലൂടെ ജീവിച്ച് സൽക്കർമ്മ ഫലം വർദ്ധിപ്പിച്ച് തത്വചിന്ത ഉദിപ്പിച്ച് നിത്യശാന്തി കൈവരുത്തി നിത്യാനന്ദത്തിലേക്ക് ഉയരുമ്പോൾ ആ നിത്യാനന്ദ സമ്പൂർണൻ നിത്യമോക്ഷം നൽകുന്നു. 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 നിത്യഭൂമി സത്യത്തിൽ കൃത്യമായി ജീവിക്കാൻ
വളരെ പ്രയാസവുമാണ്. ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അക്രമവും അനീതിയും അധർമ്മവും പെരുകിയ കലികാലത്തിൽ അക്രമവും അനീതിയും അധർമ്മവും പെരുകിയ ഈ കലികാലത്തിൽ സത്യധർമാദികളെ പുലർത്തിക്കൊണ്ട് ഒരു ആത്മാവ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സത്യധർമാദികളെ പുലർത്തിക്കൊണ്ട് ഒരു ആത്മാവ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കഠിന പരിശ്രമം തന്നെ വേണം. കഠിന പരിശ്രമം വേണം. അപ്രകാരം പരിശ്രമിച്ച് ലോകത്തിൽ ജീവിക്കാം എന്ന് തീരുമാനം ചെയ്തിട്ടാണ് ഗുരുവിന്റെ പാദത്തിൽ നമ്മൾ ദക്ഷിണ അർപ്പിച്ചിരിക്കുന്നത്. സൂക്ഷിച്ച് ജീവിച്ചുകൊള്ളാം. ഉള്ളും പുറവുമായി സൂക്ഷിച്ച് നീ ജീവിതം ചെയ്യുമ്പോൾ സർവശക്തനാകുന്ന ദൈവത്തിൽ നിന്ന് ഉതിർന്നു വന്ന ബ്രഹ്മജ്ഞാന തത്വങ്ങൾ നിന്റെ ആത്മാവിന്റെ രൂപമായി അങ്ങനെ പ്രകാശിച്ച് നിലകൊള്ളും. ലോകത്തിൽ നിന്നെ പരിശോധിക്കുന്നവർക്ക് നീ ദരിദ്രനാണെന്ന് തോന്നും. പല പോരായ്മകൾ അവരുടെ കണ്ണിൽ കണ്ടു എന്ന് വരാം. എന്നാൽ ആത്മാവിൽ പരിശോധിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ ആ ആത്മഗുണശ്രേഷ്ഠത അവർക്ക് കാണാൻ കഴിയും. ആത്മഗുണമുള്ളവർക്ക് ആത്മഗുണശ്രേഷ്ഠത കാണാൻ കഴിയും. അങ്ങനെ ആത്മാവിൽ ഗുണങ്ങളെ വർദ്ധിപ്പിച്ച് ശ്രേഷ്ഠന്മാരാക്കി തീർക്കുവാനും ഉന്നതന്മാരാക്കി തീർക്കുവാനും മോക്ഷത്തിന് അവകാശികളാക്കി തീർക്കുവാനും ലോകത്തിൽ ശരീരത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് മോക്ഷം ലഭിച്ചു എന്നൊരാൾ അവകാശപ്പെടുവാൻ തക്ക വിധത്തിൽ അവന്റെ ആത്മാവിൽ അറിവ് കൊടുക്കുന്ന അവന്റെ ആത്മാവിൽ അനുഭവമാക്കി കൊടുക്കുന്ന അത്ഭുത പുരുഷനാണ് ശുഭാനന്ദ ദിവ്യരൂപം. ഈ ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം അതുതന്നെയാണ്. ഒരാൾ ജീവനോടുകൂടി ലോകത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ആത്മാവ് കൊണ്ട് മോക്ഷവ്യവസ്ഥകളെ അറിയുവാനും അതിൽ കൂടി ജീവിക്കുവാനും മോക്ഷമാത്മാവിൽ കരസ്ഥമായി എന്ന് ബോധ്യപ്പെടുവാനും ഒരു ആത്മാവിന് കഴിഞ്ഞാൽ അതിൽ പരം അത്ഭുതം ഒന്നുമില്ല. ആ അത്ഭുതവാഴ്ച അത്ഭുതവാഴ്ച അത്ഭുത പുരുഷന്റെ അത്ഭുതവാഴ്ച അത്ഭുതവാഴ്ച
കാണുക? എങ്ങനെയാണ് ഈ അത്ഭുതം കാണുക? എങ്ങനെയാണ് ഈ അത്ഭുതം കേൾക്കുക? എങ്ങനെയാണ് ഈ അത്ഭുതം കേൾക്കുക? എങ്ങനെയാണ് ഈ അത്ഭുതം അനുഭവിക്കുക? എങ്ങനെയാണ് ഈ അത്ഭുതം അനുഭവിക്കുക? അതാണ് അറിയേണ്ടത്. അത് ആത്മജ്ഞാനത്തിൽ കൂടി മാത്രമേ സാധിക്കൂ. ആത്മജ്ഞാനത്തിൽ കൂടി മാത്രമേ. ആത്മജ്ഞാനം ഗുരു പ്രകാശിപ്പിക്കുന്നുണ്ട്. ആത്മജ്ഞാനം ഗുരു പ്രകാശിപ്പിക്കുന്നുണ്ട്. മഴവെള്ളം പോലെ മഹാനദി പോലെ ഇതാ ഒഴുകി പ്രസരിക്കുകയാണ്. ആ മഹാനദി പോലെ ഒഴുകി പ്രസരിക്കുകയാണ്. ആ സർവജ്ഞാനം അങ്ങനെ പ്രസരിക്കുകയാണ്. ഇത് ആത്മാവിലാക്കി എടുത്തുകൊണ്ട് സൽക്കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ ഈ സൽപ്രകാശം ഉണ്ടാവുകയുള്ളൂ. ആത്മാവിലാക്കി സൽക്കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ ഈ സൽപ്രകാശം ഉണ്ടാവൂ. ആ ഒരു സ്ഥലത്ത് കറണ്ടുണ്ട്. ആ എന്റെ വീട്ടിൽ പല ഉപകരണങ്ങളുണ്ട്. ആ കറണ്ടുമായിട്ട് എന്റെ വീട്ടിലേക്ക് ബന്ധമില്ല എങ്കിൽ എങ്ങനെ ഉപകരണങ്ങൾ പ്രവർത്തിക്കും? എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഒരു കാരണവശാലും പ്രവർത്തിക്കില്ല. ആ കറണ്ട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വീടിനൊരു ബന്ധമുണ്ടാകണം. ആ ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ കേബിൾ വഴി അതിന്റെ അവസ്ഥയനുസരിച്ച് അതിന്റെ വോൾട്ടേജും വാട്ടേജും ഒക്കെ മനസ്സിലാക്കി അതിനെ ബന്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോൾ ഈ ഉപകരണങ്ങളിലേക്ക് കറണ്ട് പ്രവഹിക്കും. പ്രവഹിക്കും. അപ്പോൾ ഉപകരണം പ്രവർത്തിക്കും. അപ്പോൾ മാത്രമേ അതുകൊണ്ടുള്ള ഉപയോഗം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ മഹാനദി പോലെ കാശ് പോലും വിലയില്ലാതെ സർവജ്ഞാനം ഒഴുക്കി ദാനം ചെയ്യുകയാണ്, വിതരണം ചെയ്യുകയാണ്, ദാനം ചെയ്യുകയാണ്. അപ്രകാരം ദാനം ചെയ്യുന്ന ഈ മഹാജ്ഞാനങ്ങളെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത്? എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? സത്യമെന്ന ബന്ധം ഗുരുവിലാണെന്നറിയുക. ഈ ബന്ധം ഉണ്ടാകുന്നത്. ആ പരമാത്മാ ജീവാത്മാ ബന്ധത്തിന് നിദാനമായി നിലകൊള്ളുന്നത് ഈ സത്യമാണ്. ഈ സത്യം പാലിച്ച് ജീവിക്കുന്നവരിലെല്ലാം ഈ പ്രവാഹം ഉണ്ടാകും. അവരിലാണ് സൽക്കർമ്മം ഉണ്ടാകുന്നത്. അവരിലാണ് ആത്മാവിന് ഉയർച്ച ഉണ്ടാകുന്നത്. അവരിലാണ് ഈ പ്രകാശം പൂർണ്ണമായും പ്രകാശിച്ച് നിലകൊള്ളുന്നത്. അങ്ങനെ പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സത്യം തന്നെ പാലിക്കണം. സത്യം പാലിക്കാൻ എന്താണ് വഴി? സത്യം സത്യം എന്ന് ജപിച്ചുകൊണ്ടിരുന്നാൽ സത്യമാവുകയില്ല. മനസ്സാ വാചാ കർമ്മണ സത്യമായിത്തീരണം. ഈ ലോക ജീവിത കർമ്മങ്ങളിൽ ആഹാര നീഹാരാദികൾക്കും വസ്ത്രങ്ങൾക്കും പാർപ്പിടത്തിനും വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ ഇടയിലേക്ക് നിങ്ങൾ സത്യം പാലിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് സത്യമെന്ന് തിരിച്ചു ചോദിക്കുന്ന ലോകമാണ്. കാരണം അവർക്ക് അറിയില്ല, സത്യം എന്താണെന്ന് അറിയില്ല. ഇന്നും വരുന്ന പുതിയ ആളുകളോട് ചോദിച്ചാൽ സത്യം എന്താണെന്ന് അറിയില്ല. എന്തുകൊണ്ടറിയില്ല? അതിന്റെ വഴി അനുസരിച്ച് അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ ലോകത്തിൽ ആളില്ല. എന്നാൽ സത്യം തെളിയിക്കാൻ ഒരാളുണ്ട്. അത് സത്യത്തിന്റെ തനിരൂപം തന്നെയാണ്. അത് ഗുരുരൂപം ധരിച്ച് ഭൂമിയിൽ വാഴുകയാണ്. അതാണ് ശുഭാനന്ദ ദിവ്യരൂപം. ആ രൂപത്തിൽ നിന്ന് വളരെ ബുദ്ധിപൂർവവും യുക്തിപൂർവവും മനുഷ്യ ജന്മങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് ഈ നിയമത്തെ പാലിപ്പിച്ചവനിൽ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി
നിയമത്തെ പാലിക്കുന്നത് സത്യത്തെ അടിസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി ജഗദീശ്വരനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചിരിക്കുന്നത്. ജഗദീശ്വരനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. ആ ആത്മബോധോദയ സംഘ നിയമങ്ങൾ ആത്മബോധോദയ സംഘ നിയമങ്ങൾ ഒന്നും അറിയാത്ത ഒരാൾ പാലിച്ചാൽ പോലും ഒന്നും അറിയാത്ത ഒരാൾ പാലിച്ചാൽ പോലും അവനിൽ സത്യമാണ് അടിസ്ഥാനപ്പെടുന്നത്. അവനിൽ സത്യമാണ് അടിസ്ഥാനം. അതാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം. അതാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ അതാണ് ഏറ്റവും വലിയ മഹാകാരുണ്യം. കാരണം ഒന്നും അറിയാത്ത, അക്ഷരമറിയില്ല, ലോക ജീവിത വഴികൾ ഒന്നും അറിയില്ല, എന്തെല്ലാം വിധത്തിൽ ജീവിച്ചാൽ മേന്മയുണ്ടാകുമെന്നറിയില്ല, ദൈവമേ എന്ന് വിളിക്കാൻ അറിയില്ല, എന്തെന്നറിയില്ല, ഒന്നും അറിയാത്തവരുടെ ഇടയിലേക്ക് ആ നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ, നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ, നാമവും നിയമവും പാലിക്കുവാൻ തീരുമാനിച്ചു ജീവിക്കണം. പ്രചോദനം കൊടുക്കുകയാണ് ഒരു ആത്മാവിലേക്ക്. ഓരോരുത്തരെയും ആ മുന്നിൽ അങ്ങനെ നിരത്തിയിരുത്തി, അതിനകത്ത് അക്ഷരാഭ്യാസം ഇല്ലാത്തവരുണ്ട്, ലോകത്തിൽ ഒരു കാര്യങ്ങളും അറിയാത്തവരുണ്ട്, അല്പമാത്രമായ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. എല്ലാ വിധത്തിലുള്ള ആളുകളെ ഇരുത്തിക്കൊണ്ടാണ് ഈ നിയമത്തെ കുറിച്ച് അവനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു തവണയോ രണ്ടു തവണയോ അല്ല, അനേകം തവണ ഒരു ആത്മാവിലേക്ക് ഇതിനെ പ്രചോദിപ്പിച്ച് ഇത് ചെയ്യണമെന്നുള്ള തീരുമാനവന്റെ ആത്മാവിൽ ഉറപ്പിച്ച് അപ്രകാരം അവൻ ഭവനത്തിൽ ശുദ്ധവൃത്തിയോടുകൂടി ജീവിതം ചെയ്യുമ്പോൾ ശുദ്ധവൃത്തി വരുത്തി ഹൃദയവും ശുദ്ധമാക്കി വെച്ചിട്ട് ശുദ്ധവൃത്തി വരുത്തി ഹൃദയവും ശുദ്ധമാക്കി വെച്ചിട്ട് പരിശുദ്ധ നാമങ്ങളെ സ്തുതിക്കുമ്പോൾ പരമാത്മാവൻ ഗ്രഹിക്കും. പരിശുദ്ധ നാമങ്ങളെ സ്തുതിക്കുമ്പോൾ പരമാത്മാവൻ ഗ്രഹിക്കും. ശുദ്ധവൃത്തി വരുത്തി ഹൃദയവും ശുദ്ധമാക്കി വെച്ചിട്ട് പരിശുദ്ധ നാമങ്ങളെ സ്തുതിക്കുമ്പോൾ പരമാത്മാവൻ ഗ്രഹിക്കും. കുനിഞ്ഞ് കയറാൻ മാത്രം പറ്റുന്ന ചില കുടിലുകൾ പണ്ടുണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്നു നമ്മുടെ ശിഷ്യന്മാർക്ക്. അന്ന് ആ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോ, ഈ നിയമം പാലിച്ച് ജീവിക്കുന്ന ആ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോ ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ചെല്ലുന്ന പ്രതീതിയായിരുന്നു. കാരണം എന്താണ്? കുടുംബശുദ്ധി, ശരീരശുദ്ധി, ചിന്താശുദ്ധി, ആന്തരിക ശുദ്ധി, ആത്മശുദ്ധി, ഇങ്ങനെ ശുദ്ധി വഴികളെ ആത്മാവിലേക്ക് ഭവിപ്പിച്ച് അതിൽ കൂടി പരിശീലിപ്പിച്ച് കൊട്ടാരമൊന്നുമല്ല, ചെറിയ ചെറിയ കൊട്ടിലുകളിൽ ആത്മാക്കളെ ഇരുത്തിക്കൊണ്ട് ആത്മനാഥൻ പ്രയത്നിച്ച ഫലമാണ് ആ ക്ഷേത്ര സമാനമായി തോന്നിയത്. ശുദ്ധവൃത്തി വരുത്തി ഹൃദയവും ശുദ്ധമാക്കി വെച്ചിട്ട് പരിശുദ്ധ നാമങ്ങളെ സ്തുതിക്കുമ്പോൾ പരമാത്മാവൻ ഗ്രഹിക്കും. പരിശുദ്ധ നാമങ്ങളെ സ്തുതിക്കുമ്പോൾ പരമാത്മാവൻ ഗ്രഹിക്കും. കൽപ്പന പാലിച്ച് ജീവിക്കുന്ന ഒരു ഭവനത്തിൽ എഴുന്നള്ളാതിരിക്കാൻ കഴിയുകയില്ല.
തൽപരമായി ജീവിക്കുന്ന ഒരു ഭവനത്തിൽ എഴുന്നള്ളാൻ ഇരിക്കാൻ കഴിയില്ല. എഴുന്നള്ളാതിരിക്കാൻ കഴിയില്ല. എഴുന്നള്ളാതിരിക്കാൻ കഴിയില്ല. കാരണം അതാണ് ഗുരു ശിഷ്യ ബന്ധം, അതാണ് പരമാത്മാ ജീവാത്മാ ഐക്യം. അതാണ് പരമാത്മാ. ആ ഒരാത്മാവ് ആ അറിവിൽ കൂടി ജീവിക്കുന്നു എന്ന് വന്നു കഴിയുമ്പോ, ആത്മാവ് അറിവിൽ കൂടി ജീവിക്കുന്നു എന്ന് വന്നു കഴിയുമ്പോൾ, ആ ഇലക്ട്രിക് കറണ്ട് പ്രവഹിക്കുന്നത് പോലെ ആ പരമാത്മ ചൈതന്യം ആ ജീവാത്മാവിലേക്ക് അങ്ങനെ പ്രവഹിക്കും. ആ അവരാണ് ആനന്ദിക്കുന്നത്, ആ ആനന്ദത്തിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അതൊരു ക്ഷേത്രമാണെന്ന് ആർക്കും തോന്നിപ്പോകും. അങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ ആദർശത്തെ വളർത്തിക്കൊണ്ടിരുന്നത്. ആ വലിയ വലിയ ആളുകളൊക്കെ ആ ഭവനത്തിന്റെ മുമ്പിൽ കൂടി പോകുമ്പോ, ആ സന്താനങ്ങളെ കാണുമ്പോ, ഇവിടെ വരുമ്പോ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ. എന്താണതിന് കാരണം? അപ്പോ ആദ്യമൊക്കെ ഉള്ള ആളുകൾ ഭയമായിരുന്നു പറയാൻ. പിന്നീട് അത് പറയാൻ തുടങ്ങി. എന്റെ ഗുരുനാഥൻ, എന്റെ പ്രാണനാഥൻ എനിക്ക് തന്ന അറിവിൽ കൂടി ഞാൻ ജീവിച്ചപ്പോൾ എനിക്കുണ്ടായ മാറ്റമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സുഖം. പ്രാണനാഥ ഗുരുവേ, എന്റെ ഉൾക്കാമ്പിലെപ്പോഴും വാഴുക.
ഒരു അതിശക്തമായ ആർത്തി. ആത്മാവിൽ ഗുരുവിനോടുണ്ടാകുമ്പോഴാണ് ആത്മബന്ധം നിലനിൽക്കുന്നത്. ആത്മാവിൽ ഗുരുവിനോട് ഉണ്ടാകുമ്പോഴാണ് ആത്മബന്ധം നിലനിൽക്കുന്നത്. അല്ലാതെ എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞാലും ആ ബന്ധം നിലനിൽക്കുകയില്ല. അല്ലാതെ എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞാലും ആ ബന്ധം നിലനിൽക്കുകയില്ല. എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും നിലനിൽക്കുകയില്ല. എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും നിലനിൽക്കുക. കാരണം ഈ കർമ്മലോകത്തിൽ സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ കർമ്മലോകത്തിൽ സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടാണ് നിലനിൽക്കുന്നത്. ആ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഒരിക്കലും ദുഃഖത്തെ കുറിച്ച് ചിന്തിക്കുകയില്ല. ഒരിക്കലും ദുഃഖത്തെ പറ്റി അപ്പോൾ അവിചാരിതമായ ഒരു ദുഃഖം കടന്നു വരുമ്പോൾ ഗുരുവിനോട് സ്നേഹം കുറയും. അവിചാരിതമായ ഒരു ദുഃഖം കടന്നു വരുമ്പോൾ ഗുരുവിനോട് സ്നേഹം കുറയും. എന്നാൽ ആ ആർത്തിയും ബന്ധവുമുള്ള ഒരു ഹൃദയമാണെങ്കിൽ, ആർത്തിയും ബന്ധവുമുള്ള ഒരു ഹൃദയമാണെങ്കിൽ ഈ ദുഃഖം വന്നതും എന്റെ ഗുരു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് ആശ്വസിക്കും. ദുഃഖം വന്നത് എന്റെ ഗുരു അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് ആശ്വസിക്കും. ആ ആശ്വാസത്തിൽ നിന്നുകൊണ്ട് അതിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കും. ആ ആശ്വാസത്തിൽ നിന്നുകൊണ്ട് ആ വിശ്വാസത്തെ അപ്പോൾ ആനന്ദം അറിയാതെ ആത്മാവിലെത്തും. അപ്പൊ ആനന്ദം അറിയാതെ അപ്പോൾ അഴിവില്ലാത്ത ആത്മബന്ധം ദൃഢപ്പെടുകയാണ്. ആഴിവില്ലാത്ത ആത്മബന്ധം ബലപ്പെടുക. അങ്ങനെയുള്ള ആ ബന്ധം അങ്ങനെയുള്ള ബന്ധം ഈ ആർത്തിയിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. യാത്രയിൽ കൂടി അതുകൊണ്ടാണ് പറഞ്ഞത് ആർത്തിയുള്ളത്തിൽ പാർത്തിയിടുന്നുണ്ടേവനും ആർത്തിയില്ലാത്തോരിൽ ആരിലും കാണില്ല. ആർത്തിയുള്ളത്തിൽ പാർത്തിയിടുന്നുണ്ടേവൻ ആർത്തിയില്ലാത്തോരിൽ ആരിലും കാണില്ല. ആ ലോകത്തിൽ കാണുന്ന ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തി അല്ല ഇത്. ലോകത്തിൽ കാണുന്ന ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തിയല്ല ഇത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്തതും, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്ത, കൈകൊണ്ട് തൊട്ടറിയാൻ കഴിയാത്തതും, കൈകൊണ്ട് തൊട്ടറിയാൻ കഴിയാത്ത, കാറ്റിൽ ലയിക്കാത്തതും, കാറ്റിലേക്കാത്ത, അഗ്നിയിൽ ദഹിക്കാത്തതുമായ ആ പരമാത്മ ചൈതന്യത്തോടുള്ള ആർത്തിയാണ് ആത്മാവിൽ ഉണ്ടാകേണ്ടത്. ആ പരമാത്മ ചൈതന്യത്തോട് ഉള്ള ആർത്തിയാണ്. ആ ആർത്തി ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം. ആത്മാവിൽ ആർത്തി ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം. ആ അറിവുണ്ടാകണമെങ്കിൽ ഗുരു ഉണ്ടാകണം. അറിവുണ്ടാകാൻ ഗുരു ഉണ്ടാകണം. ആ ഗുരു ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം. ഗുരു ഉണ്ടാകണം. അങ്ങനെ അറിവും ഗുരുവും രണ്ടല്ല, അകലാരിങ്കൽ അറിയണം. ഓ അറിവും ഗുരുവും രണ്ടല്ല, അകലാരിങ്കൽ അറിയണം. ഓ അറിവില്ലാതെ ഗുരുവില്ല, ഗുരുവില്ലാതെ അറിവില്ല. അറിവില്ലാതെ ഗുരുവില്ല, ഗുരുവില്ലാതെ അറിവില്ല.
രണ്ടല്ല. അറിവും ഗുരുവും രണ്ടല്ല. ഈ അനുഭവത്തിലെത്താൻ അറിവല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഈ അനുഭവത്തിലെത്താൻ അറിവല്ലാതെ വേറൊരു വഴി. ഈ അറിവ് സാധാരണക്കാരിൽ നിലനിർത്താൻ, ഈ സത്യജീവിതം സാധാരണക്കാരിൽ നിലനിർത്താൻ, സത്യസ്വരൂപൻ ലോകത്തിൽ അവതരിപ്പിച്ചു വെച്ചതാണ് നമ്മുടെ നിയമങ്ങളെല്ലാം. ആ തിരുഹൃദയം ചൂടുപിടിപ്പിച്ച് ഉരുക്കി 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 ഒരുക്കിയെടുത്ത സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് ആസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. അതാണ് ആത്മബോധോദയ സംഘത്തിലെ സർവ്വനിയമങ്ങളുടെയും പ്രത്യേകത. ആത്മാവിന്റെ പരിപൂർണമായ രക്ഷയ്ക്കും ആത്മാവിന്റെ പരിപൂർണമായ ആനന്ദത്തിനും ആത്മാവിന്റെ പരിപൂർണമായ മോക്ഷത്തിനും ആത്മനാഥൻ ജ്വലിപ്പിച്ചുയർത്തിയ അഗ്നിയാകുന്ന ജ്ഞാനം, ആ അഗ്നിയാകുന്ന ജ്ഞാനം, അതാണ് ആത്മബോധോദയ സംഘം. ആ ആത്മബോധോദയ സംഘത്തിലൂടെ ഇതാ ആത്മനാഥൻ ലോകത്തിൽ സത്യത്തെ സ്ഥിരപ്പെടുത്തുന്നു, അറിവിനെ സ്ഥിരപ്പെടുത്തുന്നു, അറിവിനെ ആനന്ദത്തെ സ്ഥിരപ്പെടുത്തുന്നു. ഇപ്രകാരം സ്ഥിരവാഴ്ച ആത്മാവിൽ ഉറപ്പിക്കുവാൻ അറിവിന്റെയും സത്യത്തിന്റെയും ആനന്ദത്തിന്റെയും മോക്ഷത്തിന്റെയും സ്ഥിരവാഴ്ച ഒരാത്മാവിൽ ഉറപ്പിക്കാൻ, ആത്മാ ലോകത്തിൽ ഉറപ്പിക്കാൻ ആത്മനാഥൻ നിയമിച്ചതാണ് സർവ്വനിയമങ്ങളും. അപ്രകാരം നിയമിച്ച 12 വെള്ളിയാഴ്ച വ്രതം അത് ലോകമുള്ള നാൾ വരെ നടത്തുവാൻ തീരുമാനിച്ച നിയമം ആ സർവാത്മാക്കൾക്കും ആനന്ദിക്കുവാനുള്ള നിയമം, ശാന്തിയായി ഗുരുനാഥൻ വാഴുവാനുള്ള നിയമം, അത് ആത്മലോകം ഏറ്റെടുത്ത് പ്രവർത്തിക്കണം. ആ പരിപൂർണമായ വ്രതശുദ്ധിയോടുകൂടി എന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ ഗുരുനാഥൻ തന്ന നിയമമാണ് എന്നുള്ള ഉറപ്പോടുകൂടി ആ അറിവിൽ കൂടി നിങ്ങൾ ഓരോരുത്തരും വ്രതമനുഷ്ഠിക്കുമ്പോൾ അറിവിന്റെ രൂപത്തിൽ നിന്ന് ഉതിർന്നു വന്ന ഈ അറിവ് ആ അനുഷ്ഠിക്കുന്ന ആത്മാവിലേക്ക് അറിവായി രൂപാന്തരപ്പെടും. അങ്ങനെയാണ് അറിവും ഗുരുവും രണ്ടല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നത്. ആ അറിവിൽ കൂടി പാലിക്കുന്ന നിയമങ്ങളെല്ലാം ആത്മാവിൽ രൂപപ്പെട്ടു വരുന്നത് അറിവായിട്ടാണ്. ആ രൂപാന്തരപ്പെടുന്ന അറിവ് തന്നെയാണ് ഗുരു. അപ്പോൾ ഈ നിയമം പാലിക്കുമ്പോൾ ആത്മാവിൽ രൂപപ്പെടുന്നത് ഗുരുവിന്റെ രൂപമാണ്. ആ അതുകൊണ്ടാണ് പറഞ്ഞത് ഗുരുരൂപം കാണുക, ഗുരുനിയമങ്ങൾ പാലിക്കാം. Let's
പ്രധാന ഉദ്ദേശം. ഇത്രയും കാര്യമാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. അതിനുവേണ്ടി എന്തു ചെയ്യണം? 12 വെള്ളിയാഴ്ച വ്രതം. ആത്മലോകരക്ഷാർത്ഥമായി ആത്മനാഥൻ സ്ഥാപിച്ചു തന്നിരിക്കുന്നത് നടത്തുവാൻ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഭക്തഹൃദയങ്ങളൊന്ന് കൈ ഉയർത്തി കണ്ടാക്കും, കൈ അടിച്ചു കണ്ടാക്കും. ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി ദാനം ചെയ്ത 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 നിയമങ്ങൾ പാലിക്കുവാൻ തീരുമാനിച്ചു. നിയമങ്ങൾ പാലിക്കുവാൻ തീരുമാനിച്ചു.
അവസരോചിതമായി കീർത്തനങ്ങൾ പാടിത്തരുന്നത് അവസരോചിതമായി കീർത്തനങ്ങൾ പാടിത്തരുന്നത് ഈ വ്രതമെടുക്കുമ്പോഴും ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ആരാധനയിലും ആ സന്ദർഭോചിതമായി ഇതൊക്കെ കീർത്തിച്ച് നിങ്ങൾക്ക് ആനന്ദിക്കാൻ വേണ്ടിയാണ്. ആ നാമസങ്കീർത്തന വ്യവസ്ഥ നിങ്ങൾക്ക് ആനന്ദിക്കാൻ വേണ്ടിയാണ്. ആ ആനന്ദത്തിൽ കൂടിയാണ് നിങ്ങൾ ഇവിടെ തീർത്ഥാടകരായി എത്തേണ്ടത്. അങ്ങനെ ആനന്ദത്തിൽ കൂടി തീർത്ഥാടകരായി എത്തിച്ചേർന്ന് വീണ്ടും ആനന്ദത്തിൽ മതിമറന്ന് ജീവിക്കുവാൻ ആനന്ദത്തിൽ മതിമറന്ന് ജീവിക്കുവാൻ ഈ നിയമം മാത്രം മതി, ഈ അറിവ് മാത്രം മതി, ഈ വ്യവസ്ഥകൾ മാത്രം മതി. പാലിച്ചു കൊള്ളുക, നിങ്ങൾ ആനന്ദിച്ചു കൊള്ളുക. 12 വെള്ളിയാഴ്ച വ്രതമെടുക്കുക, നിങ്ങൾ ആനന്ദിച്ചു കൊള്ളുക. ആ അറിവിന്റെ പരിപൂർണ്ണ രൂപനാകുന്ന ഗുരുനാഥൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ആനന്ദ സമ്പൂർണനാകുന്ന ജഗദീശൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ആത്മലോക രക്ഷാർത്ഥമായി അനുവദിച്ചു ദാനം ചെയ്ത ഈ 12 വെള്ളിയാഴ്ച വ്രതം വ്രതം അനുഷ്ഠിച്ച് നിങ്ങൾ ആനന്ദിച്ചു കൊള്ളുക. ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദം കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദം കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ. ആനന്ദം ഈ തീർത്ഥാടനത്തിലുടനീളം നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്ക വിധത്തിൽ 12 വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. സർവഹൃദയങ്ങളും ശുദ്ധമാക്കപ്പെടട്ടെ, സർവഭവനങ്ങളും ശുദ്ധമാക്കപ്പെടട്ടെ, സർവാത്മാക്കളും ശുദ്ധമാക്കപ്പെടട്ടെ, ലോകം ശുദ്ധമാകട്ടെ, ലോകവീഥികൾ ശുദ്ധമാകട്ടെ, ആത്മലോകം മഴ പെയ്യും പോലെ ഒഴുകിയെത്തട്ടെ, ആനന്ദിക്കട്ടെ, ആത്മസുഖത്തിൽ ലയിക്കട്ടെ, ആനന്ദത്തിൽ മതിമറക്കട്ടെ, ആത്മനാഥനുമായി ചേർന്ന് ലയിച്ച് രമിച്ച് സുഖിക്കട്ടെ. അപ്രകാരം നടത്തപ്പെടുന്ന 12 വെള്ളിയാഴ്ച വ്രതവും അതിന്റെ സമാപനമായ തീർത്ഥാടനവും ഉന്നതമായി നടത്തപ്പെടുവാൻ വേണ്ടി തീരുമാനിച്ച് ദാനം ചെയ്തിരിക്കുന്ന പ്രത്യേക സങ്കല്പ സ്തുതിയാണ് 8-ാം തീയതി നടക്കാനിരിക്കുന്നത്. അതിന് ഉന്നതമായ നിലയിൽ നടത്തപ്പെടട്ടെ. ഓരോ പ്രദേശത്തെ സൗകര്യം അനുസരിച്ച്, എന്നാൽ ആ സങ്കല്പങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്താതെ, ആ വിശ്വാസത്തിനും ആർത്തിക്കും ഒരു കുറവും വരുത്താതെ ഓരോരുത്തരും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. സർവശക്തി എല്ലാം സ്വീകരിക്കുവാനാകട്ടെ. മഹാശക്തിയുടെ മഹാത്യാഗത്തെ ലോകമുമ്പാകെ വിളംബരം ചെയ്യുവാൻ ആദർശ ഗോപുരമായി പണിതുയർത്തിക്കൊണ്ടിരിക്കുന്ന മഹാഗോപുരത്തെ ഏറ്റവും വേഗത്തിൽ മഹനീയമായും കമനീയമായും പൂർത്തീകരിച്ച് ദാനം ചെയ്യുവാൻ കരുണാനിധി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടുന്നതെല്ലാം പ്രകൃതിയിൽ കൂടി ഒരുക്കപ്പെടട്ടെ. അതിനുവേണ്ടി കണ്ടെടുത്ത് നിലനിർത്തിയിരിക്കുന്ന അരുമസന്താനങ്ങളെയും സ്ഥപതികളെയും ശില്പികളെയും ഓമനമിത്രങ്ങളെയും ശിലകളെയും സർവസാധന സാമഗ്രികളെയും അതിനുവേണ്ടി നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്ന എന്റെ അരുമ കുഞ്ഞുങ്ങളെയും അതിനുവേണ്ടി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയും അതിനുവേണ്ടി മനസ്സും ശരീരവും കളഞ്ഞ് പാടുപെടുന്നവരെയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുവാനാണ്. സർവനേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു. ഇന്നാദ്യമായി ഈ സന്നിധാനത്തിൽ എത്തിയവർക്ക് ഈ ആദർശത്തിൽ ചേർന്ന് ആനന്ദത്തിൽ ജീവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം സത്യം കേട്ട് ഈ ആദർശത്തെ സ്വീകരിച്ച
അരിവസന്താനങ്ങൾക്ക് തെറ്റുകൂടാതെ ജീവിച്ച് ഈ ആനന്ദം അനുഭവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുവാനാകട്ടെ. വിദേശത്ത് കണ്ണുകളിലേക്ക് നോക്കി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന എന്റെ അരുമ കുഞ്ഞുങ്ങളെ ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. അവരിലേക്ക് ആനന്ദം ലഭിക്കുമാറാകട്ടെ. അവരെല്ലാം ഈശ്വരന്റെ തൃക്കരങ്ങളിൽ കരുതി കാത്തു രക്ഷിക്കുമാറാകട്ടെ. സർവശക്തി പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ആനന്ദ